ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാർ മൂലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ഈ മാസം അവസാനത്തോടെ തിരികെ എത്തിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ക്രാഫ്റ്റിന്റെ സഹായത്തോടെ എത്തിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലാണ് നാസ. നാസയുടെ ബഹിരാകാശ യാത്രികരായ ബാരി ബുഷ് വിൽമോറും സുനിത വില്യംസും 8 ദിവസത്തെ ദൗത്യവുമായാണ് ജൂൺ 5-ന് ബഹിരാകാശത്തെത്തിയത്. ഇരുവരും പേടകത്തിന്റെ ക്ഷമതാ പരിശോധനയുടെ ഭാഗമായാണ് ദൗത്യത്തിൽ പങ്കാളികളായത്. നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ പേടകത്തിൽ ചോർച്ചയുണ്ടായി. ജൂൺ 6-ന് പേടകം നിലയത്തിലെത്തിയെങ്കിലും സാങ്കേതിക തകരാർ പരിഹരിക്കാത്തതിനാൽ മടക്കയാത്ര വൈകുകയായിരുന്നു. സ്റ്റാർലൈനറിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം ഇനിയും വിജയിച്ചിട്ടില്ല. ബോയിംഗ് ബഹിരാകാശ പേടകം ISSലേക്കുള്ള ആദ്യത്തെ ക്രൂഡ് ദൗത്യത്തിനിടെ വെളിച്ചം കണ്ട ത്രസ്റ്റർ തകരാറുകൾ കാരണം അവരുടെ മടങ്ങിവരവ് വീണ്ടും വൈകുകയായിരുന്നു. തങ്ങൾ ഇപ്പോഴും ത്രസ്റ്റർ ഡേറ്റ വിശകലനം ചെയ്യുന്നുണ്ടെന്നും എന്നാൽ സ്റ്റാർലൈനറോ ബോയിങ്ങിന്റെ എതിരാളിയായ സ്പേസ് എക്സോ ഉപയോഗിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നാസ അധികൃതർ വ്യക്തമാക്കുന്നു. സ്പേസ് എക്സിന്റെ പേടകത്തിൽ ഇരുവരെയും മടക്കി കൊണ്ടുവരാനാകുമോ എന്ന് നാസ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനറായി ഉണ്ടാക്കിയ സ്പേസ് സ്യൂട്ടുകൾ സ്പേസ് എക്സിലെ യാത്രികർക്ക് അനുയോജ്യമല്ലെന്നത് പ്രതിസന്ധിയാണ്. ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തിലെ അവസാന ആഴ്ചയിൽ ശരിക്കും ഒരു കോൾ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലെത്തുകയാണ്. എത്രയും വേഗമല്ലെങ്കിലും നാസയുടെ സ്പേസ് ഓപ്പറേഷൻസ് മിഷൻ ഡയറക്ടറേറ്റിന്റെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ കെൻ ബോവർസോക്സ് പറഞ്ഞു. ബഹിരാകാശ യാത്രികർ ISSലെ തങ്ങളുടെ അധിക സമയം പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ബോവർസോക്സ് പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ളവരെ പോലെ അവരും ഒരു തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൊപ്പഷൽ സംവിധാനമാണ് പ്രധാന പ്രശ്നം. ഞങ്ങളുടെ വലിയ ആശങ്ക വിജയകരമായ ഒരു ഡിയോർബിറ്റ് ബേൺ ആണ്. സ്റ്റാർലൈനർ ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്താൽ ബോയിങ്ങിന്റെ എതിരാളിയായ എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന് സാധാരണ 4 ബഹിരാകാശ യാത്രികരെ കൂടാതെ 2 ബഹിരാകാശ യാത്രികരെ ഉപയോഗിച്ച് സെപ്റ്റംബർ 24-ന് അവരുടെ ഷെഡ്യൂൾ ചെയ്ത ക്രൂ 9 ദൗത്യം കടലിലേക്ക് വിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. ദൗത്യശേഷം മാത്രമേ ക്രൂ ഡ്രാഗൺ മടങ്ങുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയം സുനിതയ്ക്കും വിൽമോറിനും തിരികെ വരാമെന്നും വ്യക്തമാക്കുന്നുണ്ട്. മിഷൻ കമാൻഡറായ വിൽമോർ ബോയിംഗ് ദൗത്യത്തിനു മുമ്പ് 178 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചിരുന്നു. അതേസമയം പൈലറ്റായ വില്യംസിന് കൂടുതൽ അനുഭവപരിചയമുണ്ടായിരുന്നു. 122 ദിവസം അവർ ചെലവഴിച്ചിരുന്നു. വിൽമോറും വില്യംസും സ്പേസ് എക്സുമായി മടങ്ങിയെത്തുകയാണെങ്കിൽ അത് ബോയിങ്ങിന്റെ ബഹിരാകാശ പ്രോഗ്രാമിന് ഇതുവരെയുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി അടയാളപ്പെടുത്തും. 2011 സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം അവസാനിപ്പിച്ചതിനെ തുടർന്ന് US ബഹിരാകാശ ഏജൻസിക്ക് ISSലേക്ക് റൈഡുകൾ നൽകുന്നതിന് 2014 ബോയിങ്ങിനും സ്പേസ് എക്സിനും $multi-billion കരാറുകൾ ലഭിച്ചു. ഇത് റഷ്യയുടെ സോയിസ് റോക്കറ്റുകൾ അതിന്റെ ക്രൂവിനെ കടത്തിവിടാൻ അമേരിക്കയെ ആശ്രയിച്ചു. 2020 സ്പേസ് എക്സ് അതിന്റെ ആദ്യത്തെ ക്രൂ ടെസ്റ്റിൽ വിജയിക്കുകയും അതിനുശേഷം ഡസൻ കണക്കിന് ബഹിരാകാശ യാത്രികരെ സ്പേസ് എക്സ് വഹിച്ചിട്ടുണ്ട്. അതിനിടെ സുനിത വില്യംസിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. കാഴ്ച പ്രശ്നങ്ങൾ അവരെ അലട്ടുകയാണ്. സുനിതയെയും സഹയാത്രികൻ ബുഷ് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ബദൽ സംവിധാനം ഒരുക്കാൻ നാസ ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ നാസ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല.